ജി സുധാകരന്റെ കാര്യത്തിൽ എന്തെങ്കിലും പരിഗണന ഉണ്ടോ എന്ന് ഗോവിന്ദൻ മാഷിനോട് ചോദിച്ചപ്പം ഗോവിന്ദൻ മാഷിന്റെ മറുപടി കേട്ടായിരുന്നു? കേട്ടു നോക്ക്. ജി സുധാകരന്റെ കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടോ? ഒരു പരിഗണനയില്ല. അയ്യോ, ഏതാണ്ട് വലിയ കാര്യം, ഭയങ്കര നിലപാട് എന്താണ്ട് അറിയിക്കുന്ന കണക്കാണ് പുള്ളിയുടെ ചിരി കേട്ടാൽ നമുക്ക് തോന്നുന്നത്. ടേൺ വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞിട്ട് ജി സുധാകരനെ മാറ്റി നിർത്തി, ഇത്തവണ മാറ്റി നിർത്തി. എന്നിട്ട് ചിലരുടെ കാര്യത്തിൽ ടേൺ വ്യവസ്ഥ ഒന്നും ബാധകമല്ല, പിണറായി വിജയന്റെ കാര്യത്തിൽ ടേൺ വ്യവസ്ഥ ബാധകമല്ല അല്ലേ? എടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് ഇന്ന ആൾക്ക് ഇളവ്, ആ ആൾക്ക് ഇളവ് എന്നൊന്നുമില്ല. അത് ഒരാൾക്ക് ബാധകമാണെങ്കിൽ എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അങ്ങനെ ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അല്ലാതെ ഒരുത്തന്റെ കാര്യത്തിന് ഒരിളവ് കൊടുത്തിട്ട് മറ്റവന്റെ കാര്യത്തിന് ഇളവ് കൊടുക്കൂല എന്നുള്ള പരിപാടി അത് കമ്മ്യൂണിസത്തിന് ചേർന്ന പരിപാടിയൊന്നുമല്ല. ഇപ്പൊ ചോദിക്കും നീ ആരാ പറയാന്നുള്ളത്. ഇവിടെ ആർക്കും പറയാം, ആർക്കും കാര്യങ്ങൾ പറയാം. സാമാന്യ ബുദ്ധിയുള്ള അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ആർക്കും പറയാം. ജി സുധാകരനെ എന്തിന്റെ പേരിലാണ് മാറ്റി നിർത്തിയേക്കുന്നത്? എന്തിന്റെ പേരിലാണ് മാറ്റി നിർത്തിയേക്കുന്നത്? അഭിപ്രായം പറയുന്നതോ അല്ലെങ്കിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആരും എൻ്റെ മന്ത്രിസഭയെ പാടില്ല, അല്ലെ MLA ആയിട്ട് പാടില്ല, അവർക്ക് ഒരു അധികാരങ്ങളും പാടില്ല എന്ന് പിണറായി വിജയൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ ജി സുധാകരനെ മാറ്റി നിർത്തി, തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി, ഈ പറയുന്ന ഐഷ പോറ്റിയെ മാറ്റി നിർത്തി, അങ്ങനെ പലരെയും വെട്ടി മാറ്റി നിർത്തി. എന്നിട്ട് അയാൾക്ക് ഇതായിട്ട് ശില്പന്തികളായിട്ടുള്ള കുറെ ആൾക്കാർ, അയാളുടെ ആജ്ഞാനിവർത്തികളായിട്ടുള്ള കുറെ ആൾക്കാരെ മാത്രം പിടിച്ച് മന്ത്രിസഭയിലാക്കി വെച്ചു. അതുകൊണ്ടാണല്ലോ ഒന്നാം പിണറായി സർക്കാർ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ ആയപ്പോഴത്തേന് ആകെ ആളകൊളമായത്. അഴിമതി ആരോപണങ്ങളും ആകെ വിഷയങ്ങളായിരുന്നല്ലോ. എന്തുകൊണ്ടാ അത്? ഇത്രയും പ്രശ്നങ്ങളിൽ നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രന് സീറ്റുണ്ട്, ജി സുധാകരന് സീറ്റില്ല. എന്നിട്ട് ഇപ്പൊ പരിഗണന ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ മാഷ് ഇരുന്ന് ചിരിക്കുക. എന്തോ ചിരിക്കുന്നേ? പുള്ളിയുടെ ഭാര്യയുടെ കാര്യം ഓക്കെ ആക്കിയല്ലോ, ശ്യാമള മത്സരിക്കുന്ന കാര്യം ഓക്കെ ആക്കിയല്ലോ. എന്തോന്ന് സംസ്ഥാന കമ്മിറ്റി, എന്തോന്ന് പോളിറ്റ് ബ്യൂറോ. ഒരുത്തൻ ഇരുന്ന് എൻ്റെ പെണ്ണുമ്പിള്ള മത്സരിക്കും എന്ന് പറയുമ്പോൾ മറ്റവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ബാക്കിയുള്ളവർ അതിനെ പാസ്സാക്കുന്നു, പിന്താങ്ങുന്നു, പാസ്സാക്കുന്നു, തീരുമാനിക്കുന്നു. ഒരാൾ പറയുന്നു എൻ്റെ മരുമോൻ മത്സരിക്കും എന്ന് പറയുമ്പോൾ അത് ഇരുന്ന് സമ്മതിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സംസ്ഥാന കമ്മിറ്റിയും, ഇതാണ് പോളിറ്റ് ബ്യൂറോയും, ഇതാണ് ജില്ലാ കമ്മിറ്റി. അതിനകത്ത് എവിടെയാണ് അഭിപ്രായം? അല്ലെ ജനങ്ങളുടെ, അല്ലെ ആ പാർട്ടിയിലെ അംഗങ്ങളുടെ അഭിപ്രായം എവിടെയാണുള്ളത്? എല്ലായിടത്തും നിങ്ങൾക്ക് മറ്റേ ആജ്ഞാനുവർത്തികളായിട്ടുള്ള, നിങ്ങളുടെ അടിമകളായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വിമതര്. എന്നിട്ട് ഇന്ന് വിമതരെ മറ്റേ അനുനയിപ്പിക്കാൻ വേണ്ടി സമ്മേളനം നടത്താതിരിക്കുവാണ്. എടാ, നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കാത്തതുകൊണ്ടാണ് അവർ വിമത ഇതായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരുടെ സമ്മേളനം നടത്തുന്നത്. അതിനകത്ത് നിന്നോട്ട് വലിക്കാൻ വേണ്ടി ഇരിക്കുക, അവരെ അവിടെ നിന്നോട്ട് വലിച്ച് ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടി ഇരിക്കുക. നിങ്ങളൊക്കത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ വേറെ വിമത യോഗങ്ങൾ കൂടാൻ പോയത്. പിന്നെ വീണ്ടും അവരെ ചെന്ന് ഇങ്ങോട്ട് വലിച്ചു കയറ്റാൻ പോവാന്നോ? കൊള്ളാം, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണമല്ലോ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതും അഭിപ്രായം പറയുന്നവരുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അടിമകളായിട്ട് നിൽക്കുന്നവരുടെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇപ്പം സംസ്ഥാന കമ്മിറ്റിയൊക്കെ ഒന്ന് കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 6-ാം തമ്പുരാനകത്ത് മറ്റേ ലങ്ങാരി ജഗന്നാഥ വർമ്മ പറയുന്ന കണക്ക് ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും, അത് ജില്ലാ കമ്മിറ്റി. സംസ്ഥാന കമ്മിറ്റി വരുമ്പം അപ്പനും ഞാനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും സംസ്ഥാന കമ്മിറ്റി. കേന്ദ്ര കമ്മിറ്റി വരുമ്പം സുഭദ്രയും അപ്പനും ഞാനും. ഇതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഇതൊക്കെ ഇവരൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റി, ഇവരൊക്കെ തന്നെ സംസ്ഥാന കമ്മിറ്റി, ഇവരൊക്കെ തന്നെ ദേശീയ കമ്മിറ്റി, ഇവരൊക്കെ തന്നെ അംഗീകരിക്കുന്നു, ഇവരൊക്കെ തന്നെ ആൾക്കാരെ വയ്ക്കുന്നു, കുറെ പേരെ മാറ്റി നിർത്തുന്നു, ഇവർക്ക് അനുകൂലമായിട്ടുള്ളവരെ നിർത്തുന്നു. പിന്നെ ഇവർക്ക് എതിരഭിപ്രായമുള്ളവരോ പ്രതികൂലമായിട്ട് നിൽക്കും, ഭാവിയിൽ വളർന്നേക്കാം എന്ന ചാൻസ് ഉള്ളവരെ ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ കൊണ്ട് നിർത്തി പൊട്ടിക്കുന്നു. ഇതാണ് സംഭവം. ആർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെ ഉള്ളൂ. കൊള്ളാം. എന്തായാലും ഗോവിന്ദ മാഷിന്റെ നിലപാട് ഒരു പരിഗണനയില്ല. കഷ്ടം തന്നെ, കഷ്ടം തന്നെ.